ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 65-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. സങ്കീർത്തകൻ പ്രവചനാത്മാവിൽ നമ്മോട് പങ്കുവെക്കുകയാണ്, ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ നദി. എവിടെയെല്ലാം പരിശുദ്ധാത്മാവിന് നിറഞ്ഞൊഴുക്കുണ്ടാകുന്നു, അവിടെയെല്ലാം ജീവന്റെ സമൃദ്ധി ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്തെല്ലാം കൃപയുടെ പകർച്ചയുണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എവിടെയെല്ലാം പ്രബലപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യം കൂടുതൽ കൂടുതൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നദിയായി, അനുഗ്രഹ നദിയായി, കൃപയുടെ നദിയായി, ജീവന്റെ നദിയായി നിറഞ്ഞൊഴുകുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആകുലതകൾ, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള വ്യഗ്രതകൾ, മക്കളുടെ ഭാവി, സാമ്പത്തിക തകർച്ചകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, ഇതെല്ലാം നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശു നമ്മുടെ കർത്താവാണ്. യേശു നമ്മുടെ രാജാവാണ്. അവൻ സകലത്തിനു മതിയായ സർവശക്തനായ ദൈവമാണ്. ഈ തിരിച്ചറിവോടെ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ അല്പസമയം യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. സാധിക്കുന്നവരെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, ദൈവത്തിന്റെ നദിയായി, ദൈവത്തിന്റെ നദിയായി നിറഞ്ഞൊഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവേ, നിറഞ്ഞൊഴുകണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളിലേക്കും, പരാജയങ്ങളിലേക്കും, രോഗപീഠകളിലേക്കും, വേദനകളിലേക്കും പരിശുദ്ധാത്മാവേ സർവശക്തിയോടെ വരണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാരായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് സ്വർഗം വിട്ടിറങ്ങി നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ ആവശ്യങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളായി മാറട്ടെ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാ അനുഭവമുള്ളവരായി തീരുവാൻ ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. അടഞ്ഞ വാതിലുകൾ തുറന്നു തരണമേ. അടഞ്ഞുപോയ വഴികൾ തുറക്കണമേ. കം ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുന്നു. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവ് അടഞ്ഞ വാതിലുകളെ തുറക്കുന്നവനാണ്. അവൻ സർവശക്തനാണ്. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. കർത്താവിന്റെ ആത്മാവേ, ഞങ്ങളുടെ മുൻപിലുള്ള സകല അടഞ്ഞ വാതിലുകളെയും തുറന്നു തരണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ചേർന്ന് പാടുകേ. പരിശുദ്ധ റൂഹായ ആത്മാവേ ആഞ്ഞു വീശണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ.
കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. റൂഹായേ, റൂഹ, റൂഹ, ദൈവത്തിന്റെ റൂഹായേ, ഞങ്ങളെ വെലാഞ്ഞു വീശണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. സകല പ്രതിബന്ധങ്ങളിലേക്കും അടഞ്ഞുപോയ എല്ലാ വാതിലുകളിലേക്കും ആത്മാവേ വീശുക. ദൈവശക്തിയായി, ദൈവകൃപയായി, ദൈവ സാന്നിധ്യമായി വീശുക, വീശുക. റുഹാ, 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 റുഹായേ, 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 റൂഹ പെയ്യട്ടെ. റൂഹ പെയ്യട്ടെ. റൂഹ പെയ്യട്ടെ. റൂഹ പെയ്യട്ടെ. എല്ലാം മറന്ന് ഹൃദയം തുറന്നൊരു മനസ്സോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ചൈതന്യമേ, ശക്തിയോട് ഞങ്ങളുടെ മേൽ വീശുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപപൈശാചികാധിപത്യ ശക്തികളെ ദൈവ സാന്നിധ്യത്തിന് തീയായി ഇറങ്ങി വന്ന് കരിച്ചു കളയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള സകല പൈശാചിക പീഡകളെയും പരിശുദ്ധാത്മാവേ നീക്കം ചെയ്യണമേ. അനേകമായിരങ്ങളെ ഈ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവ സാന്നിധ്യമായി, ദൈവകൃപയായി നിറഞ്ഞൊഴുകണമേ. ദൈവത്തിന് നദിയായി നിറഞ്ഞൊഴുകണമേ. അനുഗ്രഹ നദിയായി നിറഞ്ഞൊഴുകണമേ. എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും പരിശുദ്ധാത്മാവേ ഛിന്ന ഭിന്നമാക്കണമേ. റൂഹ, 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 ദൈവത്തിന്റെ കാറ്റായി, ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവെ കത്തണമേ, വീശിയടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മാരി, കൃപാമാരി, അഭിഷേകമാരിയാൽ പരിശുദ്ധാത്മാവേ ഓരോരുത്തരെയും അവിടുന്ന് പൂരിതമാക്കണമേ. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിന്റെ സഭയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവേ ഈ നാളുകളിൽ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. അടഞ്ഞ വാതിലുകളെ തുറന്ന് ഞങ്ങളെ കൃപയോടെ നടത്തണമേ. കർത്താവിനും കർത്താവിന്റെ രാജ്യത്തിനും വേണ്ടി ബലത്തോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യം സഹായവും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും നൽകണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ദൈവം തുറക്കുന്ന വാതിൽ. ദൈവം തുറക്കുന്ന വാതിൽ. നമ്മുടെ കർത്താവ് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ്. കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിനെ കണ്ടുമുട്ടുവാൻ കൃപ ലഭിച്ചത് എത്ര വലിയ അനുഗ്രഹമായി. കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നേ ജീവിതം നശിച്ച് തകർന്നു പോകുമായിരുന്നു. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടും തുറക്കപ്പെടാത്ത ചില സാഹചര്യങ്ങളെ ഓർത്തെല്ലാം നമ്മൾ പലപ്പോഴും വേദനിക്കുന്നവരും അസ്വസ്ഥരുമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നവനാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം.
നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചതുമില്ല. ഈ തിരുവചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗമാണത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലും എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണിത്. പലപ്പോഴും ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഈ അടുത്ത ദിനങ്ങളിൽ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി എൻ്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ട ചില അനുഭവങ്ങളുണ്ടായി. 5 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മൾ അറിയിക്കുന്നത്. ഒന്നാമതായി, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. രണ്ടാമതായി, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. മൂന്നാമതായി, നിന്റെ ശക്തി പരിമിതമാണ്. നാലാമതായി, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അഞ്ചാമതായി, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഈ നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തെ അറിയിക്കുന്ന ശക്തമായ ദൂതാണിത്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിലും കൃപയിലും നിറയപ്പെടാതെ പോകുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല. ചിലരെങ്കിലും ഇപ്രകാരം പങ്കുവെക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്നാൽ ചില തലങ്ങൾ തുറന്നു കിട്ടുന്നില്ല, തടസ്സങ്ങളാണ്. ഒന്ന് അഴിയുമ്പോൾ മറ്റൊന്ന് മുറുകുകയാണ്. ഇതുപോലെ ജീവിതം കുരുക്കിലകപ്പെട്ട എത്രയെത്രയോ ജീവിതങ്ങളെ ഈ നാളുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതം ഇപ്രകാരമുള്ള ഒരു ജീവിതമാണോ? ഒന്ന് അഴിയുമ്പോൾ മറ്റൊന്ന് മുറുകിക്കൊണ്ടിരിക്കുക. കർത്താവ് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാതെ, കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയാതെ വേദനിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഇത് നിനക്ക് ദൈവം തരുന്ന ആലോചനയാണ്. യെശയ്യാ പ്രവചനം 22:22 ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും കർത്താവ് അറിയിക്കുകയാണ്, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, അവൻ ഒരു വാതിൽ അടച്ചാൽ ആരും തുറക്കുകയോ അവൻ ഒന്ന് തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്നത് കർത്താവിന്റെ അധികാരത്തെ കാണിക്കുകയാണ്, ആ അതോറിറ്റിയാണ്, സുപ്രീം പവർ. നമ്മുടെ കർത്താവ് സർവാധിപനും സർവശക്തനുമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമുക്കിതിൽ ആർക്കും സംശയവും ആശങ്കയും വേണ്ട. ഇതൊരു നിത്യസത്യമാണ്. സകല അധികാരവും കർത്താവിൻ്റെ കരങ്ങളിലാണ്. വെളിപാട് 3:7 വീണ്ടും ദൈവത്തിന്റെ അരൂപി അറിയിക്കുകയാണ്, സത്യവാനും പരിശുദ്ധനുമായവൻ അരുളി ചെയ്യുന്നു, അവനൊരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവനൊരു വാതിൽ അടച്ചാൽ ആരും തുറക്കുകയില്ല. അത്രയും പവർഫുള്ളാണ് കർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും. എന്നാൽ വെളിപാട് 3:8 നമ്മൾ വരുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. അതിൽ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് പറയുന്നത്. 5ാമത് അതിന് കർത്താവ് നൽകുന്ന റിവാർഡാണ്, പ്രതിഫലമാണ്. ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. കർത്താവ് എല്ലാം അറിയുന്നവനാണ്. കർത്താവിനെ മറയ്ക്കുവാൻ, ഹൈഡ് ചെയ്യുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയും, അത് നല്ലതാകട്ടെ ചീത്തയാവട്ടെ, എല്ലാം കർത്താവ് കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രീച്ചിങ്, ഞാൻ ഈ വചനം നിങ്ങളോടുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മോട്ടീവ് കർത്താവ് അറിയുന്നുണ്ട്, എൻ്റെ ആറ്റിറ്റ്യൂഡ് കർത്താവ് അറിയുന്നുണ്ട്. ഞാൻ ഏത് ലെവലിലാണ് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നത്, കർത്താവ് ശ്രദ്ധയോടെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവനെല്ലാം അറിയുന്നവനാണ്, ഒമ്നിഷ്യന്റ് ആണ്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഫിലദൽഫിയ സഭയോടാണ് കർത്താവ് ഈ മെസ്സേജ് പറയുന്നത്. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി
നമ്മൾ കൊടുക്കുന്നൊരു പെയിൻ അതറിയാതെ പോകുന്നവനല്ല ദൈവം. ഒരുപാട് പേര് കർത്താവിൻ്റെ രാജ്യത്തിന് കെട്ടുപടിക്കായി കൊടുത്ത ഒരു വിലയുണ്ട്, ഒരു കോസ്റ്റ്. അതിൻ്റെ പുറകിലുള്ള വേദന, കണ്ണുനീര്, കഷ്ടപ്പാട്, ത്യാഗങ്ങള് ആർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും എത്രയോ സമയം, ആരോഗ്യം എല്ലാം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകിയ ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവരാജ്യം അതിശക്തമായി നമ്മുടെ ഇടയിൽ വെളിപ്പെടുവാൻ മുഖാന്തിരമായത്. കർത്താവ് പറയാണ്, എൻ്റെ മകനെ, മകളെ, എൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ സുവിശേഷത്തിന് വ്യാപനത്തിന് വേണ്ടി നീ നൽകിയ ഓരോ എഫർട്ടും, നിന്റെ ഓരോ ആക്ഷനും, നിന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ അറിയുന്നു. ചിലപ്പോൾ കൂടെയുള്ളവരോ നമ്മുടെ അധികാരികളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ വേണ്ട വിധം അത് അറിഞ്ഞില്ലെങ്കിലും മാനുഷികമായി നമുക്ക് കുറച്ച് സങ്കടമൊക്കെ, അല്ലെങ്കിൽ സങ്കടപ്പെടരുത് ദൈവമക്കളെ. അതൊക്കെ സങ്കടപ്പെട്ടു പോയാൽ പിശാച് നുഴഞ്ഞു കയറി നമ്മുടെ അഭിഷേകത്തെ മങ്ങലേൽപ്പിക്കും. നമ്മളെപ്പോഴും കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തണം. കർത്താവിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. വെളിപാടിന്റെ പുസ്തകം 3:10 നമ്മൾ കാണുന്നുണ്ട്, ഭൂമുഖം മുഴുവൻ ഞാൻ അയക്കുന്ന പരിശോധനയുടെ നാളുകളിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. കാരണം പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ വിലയും, നമ്മൾ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരും, നമ്മൾ മുട്ടുമടക്കുന്നതും കൈവിരിക്കുന്നതും ചങ്കുപൊട്ടുന്നതും, നമ്മൾ ദശാംശം കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അതിനുവേണ്ടി ചത്തുചീഞ്ഞ് അധ്വാനിക്കുന്നതെല്ലാം എല്ലാം കർത്താവ് അറിയുന്നുണ്ടെന്നുള്ള ആഴമേറിയൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവ് അറിയുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ചേർന്ന വിധം നമ്മൾ ജീവിക്കണം. സഭാപ്രസംഗി 13:14 പറയുന്നുണ്ട്, നല്ലതോ ചീത്തയോ ആയ ഏതൊരു പ്രവൃത്തിയും അവസാന വിധിയിൽ ദൈവം അത് വെളിപ്പെടുത്തും. അപ്പൊ കർത്താവ് ഓരോ പ്രവൃത്തി അറിയാണ്. വെളിപാട് 2:19 പറയുന്നു, പെർഗാമോസിലെ സഭയോട് പറയാ, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി, സുവിശേഷ സത്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ത്യാഗവും കണ്ണുനീരും കഷ്ടപ്പാടും അധ്വാനങ്ങളും നമ്മുടെ വില കൊടുക്കലുകളെല്ലാം കർത്താവ് അറിയുന്നുണ്ട് ദൈവമക്കളെ. രണ്ടാമത് എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? നിന്റെ ശക്തി പരിമിതമാണ്. നമ്മൾ ആരാ? ലോകദൃഷ്ടിയിൽ തനി ബോഷന്മാരാണ് നമ്മൾ. പൗലോസ് കൊരിന്തോ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 27-ാം വചനത്തിൽ പറയുന്നുണ്ട്, ലോകദൃഷ്ടിയിൽ ബോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. അത് ലോകത്തിന്റെ വിജ്ഞാനത്തെ ലക്ഷിപ്പിക്കുവാനാണ് ദൈവം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത്. ലോകത്തിന് മുമ്പിൽ നമ്മൾ മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, കഴിവില്ലാത്തവരാണ്. നമ്മളെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നമ്മളെക്കാൾ കപ്പാസിറ്റിയുള്ള, നമ്മളെക്കാൾ മിടുക്കുള്ള, സാമർഥ്യമുള്ള, നമ്മളെക്കാൾ ഒരുപാട് കഴിവുകളും സാധ്യതകളുമുള്ള എത്രയോ 10,000 നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഈ നാളുകളിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? എന്ത് കണ്ടിട്ടാ? അതാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മുടെ ശക്തി പരിമിതമാണ്. നമ്മൾ ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകൾ അത്രേ നമ്മുടെ കപ്പാസിറ്റി ഉള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ലോകദൃഷ്ടിയിൽ നിസാരമായ എന്നെയും നിങ്ങളെയും കർത്താവ് ചൂസ് ചെയ്തു. എന്തിനു വേണ്ടി? അവൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ പരിമിതികളുടെ നടുവിലും ചില വ്യക്തികൾക്ക് കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ
എനിക്കറിയാം സാമ്പത്തികമായ ഞെരുക്കങ്ങളിടയിൽ പോലും ആ ഞെരുക്കം പോലും മറന്ന് പലരും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പല ജീവിതങ്ങളെ എനിക്കറിയാം. അങ്ങനെ ശുശ്രൂഷകർ ഈ കാലഘട്ടത്തിലുണ്ട്. എല്ലാവരും നശിച്ചു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഒരുപാട് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച് കർത്താവിന് വേണ്ടി, കർത്താവ് ഏൽപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നൂറുകണക്കിന് ജീവിതങ്ങള് സഭയിലുണ്ട്. ശക്തി പരിമിതമാണ് അവരുടേത്. എങ്കിൽ അവർ നിൽക്കുക, അവർ ബോധ്യത്തോടെ നിൽക്കുക. കർത്താവ് കൃപ കൊടുക്കുകയാണ്. നമ്മോടാണ് ഈ ദൂത് കർത്താവ് അറിയിക്കുന്നത്, നിന്റെ ശക്തി പരിമിതമാണ്. കർത്താവ് പറയുന്നത് നിന്റെ കപ്പാസിറ്റി എനിക്കറിയാം മോളെ. മൂന്നാമത് കർത്താവ് എന്താ അറിയിക്കുന്നത്? എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ റിസൾട്ടും റിവാർഡും ഉണ്ടാകുന്നത്. നീ എൻ്റെ വചനം കാത്തു. കർത്താവ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചിലര് അതിവേഗം വളരുന്നത്? ചില മിനിസ്ട്രികളെ കർത്താവ് ശക്തിയോടെ വളർത്തുന്നു. ചില ശുശ്രൂഷകരെ, ചില അഭിഷിക്തരെ കർത്താവ് കാലഘട്ടത്തിന് കൃപ കൊടുത്ത് അവരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. പല മുന്നേറ്റങ്ങളെയും പരിശുദ്ധാത്മ സഭയ്ക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു. എന്തെല്ലാം പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, കാറ്റുകൾ ആഞ്ഞടിച്ചാലും അത് തളരാതെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങള് ഇത്തരത്തിലുള്ള ശുശ്രൂഷ സംവിധാനങ്ങളെ താങ്ങുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത്? അത് അവിടെയുള്ളവരുടെ ബ്രെയിൻ പവർ കൊണ്ടോ മണി പവർ കൊണ്ടോ പൊളിറ്റിക്കൽ പവർ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. അവര് വളരെ ബലഹീനതയുള്ളവരാ. അവരുടെ ശക്തി പരിമിതമാണ്. എന്നാൽ അവരെ വിളിച്ച കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവ് ഏൽപ്പിച്ച ചില നിലപാടുകൾക്ക് വേണ്ടി വില കൊടുത്ത് ത്യാഗം സഹിച്ച് കർത്താവിനെ അള്ളിപ്പിടിച്ച് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അവർ മുന്നോട്ട് പോകുക. അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ചില വ്യക്തികളെ ദൈവം വളർത്തുമ്പോൾ, ചില മുന്നേറ്റങ്ങളെ ദൈവം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ, ചില ശുശ്രൂഷ സെന്ററുകളെ കർത്താവ് അഭിഷേകത്തിൽ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ നമ്മൾ അസൂയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. ഞാനും നിങ്ങളും ഇതുപോലെ വില കൊടുത്ത് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഈ അഭിഷേക കൃപകളെ കർത്താവ് പകരും. നീ എൻ്റെ വചനം കാത്തു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവ് ശ്രദ്ധിക്കും. വചനം കാക്കുന്നുണ്ടോ? പാപ സാഹചര്യങ്ങളുടെ മുൻപിൽ ഇപ്പോൾ വചനത്തെ കോംപ്രമൈസ് ചെയ്യേണ്ട, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നടന്നു കിട്ടാനാവാം. ചിലപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ചില ഡോക്യുമെന്റുകൾ അത് ക്ലിയർ ചെയ്ത് കിട്ടാനായിരിക്കാം. ഇവിടെയൊക്കെ നമ്മൾ വചനത്തെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? കർത്താവ് ശ്രദ്ധിക്കും. സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ, ബന്ധുമിത്രങ്ങളുടെ ഇടയിലോട്ട് കടന്നു ചെല്ലുമ്പോൾ, ലോകത്തിന് ചില കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴൊക്കെ നമ്മൾ വചനത്തെ കാക്കുന്നുണ്ടോ? വചനം അനുസരിക്കുന്നുണ്ടോ? വചനത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? വചനത്തിൻ്റെ നാഥനായ കർത്താവ് ശ്രദ്ധിക്കും. അതിനനുസരിച്ചാണ് നമുക്ക് പ്രമോഷൻ, വളർച്ചയും ഉയർച്ചയും തരുന്നത്. നീ എൻ്റെ വചനം കാത്തു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് 2-ാമത്തെ ലേഖനം 4:7 പറയുന്നുണ്ട്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. എത്ര മനോഹരമായതാ! ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ അതിന് കേടുപറ്റാതെ, കോട്ടം തട്ടാതെ ഞാൻ അതെല്ലാം കാത്തു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചനത്തെ കാക്കുന്നവരായി നമ്മൾ വചനത്തിന് വേണ്ടി വില കൊടുക്കാൻ പറ്റൂ. കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ചാണെങ്കിലും അതിനുവേണ്ടി സ്റ്റെപ്പ് ചെയ്യാൻ പറ്റൂ. കർത്താവിൻ്റെ വചനത്തെ കാക്കുവാൻ വേണ്ടി എന്തൊക്കെ നഷ്ടങ്ങളും കോട്ടങ്ങളും സഹനങ്ങളും ത്യാഗങ്ങളും അപഖ്യാതികളും അപകീർത്തികളും കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനത്തെ കാക്കുമെന്നുള്ള കമ്മിറ്റ്മെന്റിലേക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കടന്നു വരാൻ പറ്റുമോ? ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അടഞ്ഞ വാതിലുകളെയും തുറന്നു തരും. നമ്മുടെ മുൻപിലുള്ള സകല പ്രതിബന്ധങ്ങളെയും കർത്താവ് അടിച്ചു നിരത്തും. നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഷെക്കേന ടെലിവിഷനോടൊക്കെ ബന്ധപ്പെട്ട് പലവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ
അനേകം ഉയർന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോഴും കർത്താവ് ഇറങ്ങി വന്ന് ആ ലോക്കുകളെല്ലാം അഴിച്ചു മാറ്റി നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ കരം പിടിച്ച് കർത്താവ് നയിക്കുന്നത് കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുക. കർത്താവിൻ്റെ സ്നേഹം, അവിടുത്തെ കരുതല്. വചനം കാത്താൽ ഒരാൾക്ക് നമ്മളെ പൂട്ടാൻ പറ്റില്ല, ഒരുത്തനും നമ്മളെ തകർക്കാൻ, ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. കർത്താവിനെ വിറ്റ്നസ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ജനത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരിക്കൽ നമ്മളൊരു കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകരുത്. എല്ലാവരെയും പ്ലീസിപ്പിക്കുന്ന ഒരു ആത്മീയതയല്ല നമുക്ക് വേണ്ടത്. എവിടെയും കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ദൈവമക്കളായി നമുക്ക് കഴിയണം. ലൂക്കായുടെ സുവിശേഷം 12:8 കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യരുടെ മുൻപിൽ ആരൊക്കെ എന്നെ ഏറ്റുപറയുന്നുവോ, ലജ്ജ കൂടാതെ അഭിമാന ബോധത്തോടെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ആരൊക്കെ ഏറ്റുപറയുന്നുവോ അവനെയും അവളെയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലും ദൂതന്മാരുടെ മുൻപിലും ഞാനും ഏറ്റുപറയും. ആൾക്കാരുടെ പ്രീതിക്ക് വേണ്ടി, ജനത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി ഒരിക്കലും കർത്താവിൻ്റെ നാമം നിഷേധിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. ഐ എം എ കാത്തലിക്, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ ഇവാഞ്ചലിസ്റ്റ്, ഐ എം എ മിഷണറി. ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണെന്ന് എവിടെയും എപ്പോഴും അഭിമാന ബോധത്തോടെ ചങ്കുറപ്പോടെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. കർത്താവ് കൂട്ടിനുണ്ടാകും. അവരൊറ്റപ്പെടുത്തുമോ, ഇവർ കളിയാക്കുമോ, ഇവരെന്നെ പരിഹസിക്കുമോ, ഇവരെല്ലാം കൂടി വട്ടം കൂടി നിന്ന് എന്നെ അങ്ങ് ഇല്ലാതാക്കുമോ, എന്നെ തേജോവധം ചെയ്യുമോ? മനുഷ്യരെ ഭയപ്പെടുന്നത് കെണിയാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എവിടെയും കർത്താവിൻ്റെ വചനത്തെ കാക്ക്. അവരൊറ്റപ്പെടുത്തട്ടെ, കർത്താവ് കൂടെയില്ലേ? നാളുകൾ കഴിയുമ്പോൾ ഒറ്റപ്പെടുത്തിയവർ തന്നെ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. എത്ര അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ 4 കാര്യങ്ങൾ കർത്താവ് 5ാമത് പറയാൻ ഒരുപാട് കൊടുക്കുകയാണ്. എന്താണ് ഒരുപാട്? ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വില കൊടുക്കലുകൾക്കും, ഈ കണ്ണുനീരിനും, ഈ കഷ്ടപ്പാടിനും, ഈ കഠിനമായ അധ്വാനത്തിനും എല്ലാം പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ. വചനത്തിന് വേണ്ടി നമ്മൾ ഏൽക്കുന്ന കളിയാക്കൽ എന്തുമാവട്ടെ, പ്രതിഫലമുണ്ട്. കർത്താവിന് ഉയർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില നഷ്ടപ്പെടലുകളുണ്ട്, അതിനെല്ലാം പ്രതിഫലമുണ്ട്. ആർക്കും നമ്മളെ പൂട്ടാൻ പറ്റില്ല. ചിലരൊക്കെ പൂട്ടാൻ നടക്കുക. പൂട്ടാൻ ആഗ്രഹിക്കുന്നവർ അവർ പൂട്ടപ്പെടും, അല്ലെങ്കിൽ അവർ ചെതറിപ്പോകും. ശത്രുവിൻ്റെ ഒരു അഭ്യാസം നടക്കില്ല. ജീവനോടെ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ നിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഒരു അനോയിന്റിങ്ങിലേക്ക് നമുക്ക് വരാം. ദൈവം തുറക്കുന്ന വാതിൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം വാതിൽ തുറക്കും. നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കും. നിന്റെ വരുമാന മാർഗങ്ങളിൽ ദൈവം വാതിൽ തുറക്കും. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ ബന്ധത്തിൽ വാതിൽ തുറക്കും. നിന്റെ ആവശ്യങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് വാതിലുകൾ തുറക്കും. ഈ വചനത്തോട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ, അവിടുത്തെ വചനം കാക്കുന്നവരായി, അവിടുത്തെ നാമത്തെ എപ്പോഴും ഉയർത്തുന്നവരായി നാം ശ്രദ്ധിക്കുക. അതിനുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് നിത്യതയെ നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷകളിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വത്തിൻ രാജാവേ,